പിന്നെ നിസ്കാരം ഒരു ഹരാണ്. നിസ്കാര സമാധാനം തരും എന്ന് നിസ്കരിച്ച ആളുകൾക്ക്, ശരിക്കും നിസ്കരിച്ച ആളുകൾക്ക് അറിയാം. അതിൽ മനുഷ്യൻ്റെ രീതിയാണ് സീസണലായിട്ട് നിസ്കരിക്കുക എന്നുള്ളത്. നല്ല വിഷമം വരുന്ന സമയത്ത് പടച്ചവനടുത്ത് നന്നായിട്ട് അടുക്കും. പക്ഷെ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പടച്ചവനെ വിട്ടുപോകും. അതെങ്ങനെയാണ് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ട് കരുതി കൂട്ടി പോവാ. നമ്മൾ ഒരു വലിയ ഒരു ഭാരം, ഒരു കിൻഡൽ ചാക്ക് എടുത്തിട്ട് ഒരു 50 മീറ്റർ ദൂരമുള്ള സ്ഥലത്ത് എത്തിക്കാൻ വിചാരിച്ചു. നമുക്ക് എത്ര രൂപ കിട്ടും? 500 കിട്ടും. നല്ല വെയിറ്റ് ആണല്ലോ. അത് നമ്മൾ ചിലപ്പോൾ ചെയ്യും, പൈസ കിട്ടല്ലോ പറ്റുമല്ലോ. പക്ഷെ എന്നാലും ചിലപ്പം നിസ്കരിക്കാൻ ചില സമയത്ത് പറ്റില്ല. മനസ്സിലായി. അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ ഒരു കാര്യം ചെയ്യും. എന്ന് രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 100 ചൊല്ലിയാൽ 10 അടിമകളെ മോചിപ്പിച്ച കൂലി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതിഫലമാണ്. ചെയ്യാൻ കഴിയില്ല. എന്താ കാരണം? ആ 100 കിലോഗ്രാം ഒരു കിൻഡൽ ചാക്കിനേക്കാൾ ഭാരമുണ്ട് ഈ 100 തവണ ഇത് ചെല്ലാന്നുള്ളത്. കാരണം എന്താ? അതിന് കിട്ടുന്ന പ്രതിഫലം 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. അത്രയും വെയിറ്റുള്ള സാധനമാണ് ആ ദിക്ർ. അപ്പോൾ വെയിറ്റുള്ള ഒരു ദിക്ർ നമുക്ക് പൊക്കണമെങ്കിൽ ശീലം വേണം. അപ്പം നിസ്കരിച്ച് ശൈലം വരുമ്പോൾ നിസ്കാരം എന്താ? പിന്നെ നിസ്കാരം ഒരു ഹരാണ്. പിന്നെ നമുക്കെന്താ അറിയോ, നിസ്കരിക്കാനുണ്ട് എന്നാലോചിക്കുമ്പോൾ ഒരു ഹരാണ്. എന്താ അള്ളയേറ്റ് അത് എത്തണം, ആ സ്റ്റേജ് എത്തണം. അത് 1-2 ആഴ്ച, 1-2 മാസം, 1-2 കൊല്ലമൊന്നും മതിയല്ലോ. അത് ആ സമയം എത്തുമ്പോഴായിരുന്നു തരൂ. അല്ല തരുമോ?